+1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സമിതി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം RDDയും സമിതിയിൽ. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. മലപ്പുറത്ത് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നടത്തിയ ചർച്ചയിൽ. I, Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India. ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് രാഹുൽ ഗാന്ധി. സ്പീക്കർ സ്ഥാനത്തേക്ക് ബലാബലം. ഓം ബിർളയ്ക്കെതിരായി ഇന്ത്യ സഖ്യത്തിന്റെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും. തെരഞ്ഞെടുപ്പ് നാളെ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. കെജ്രിവാൾ ജയിലിൽ തുടരും. EDയുടെ അപേക്ഷ സ്വീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ല. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. മഴുവന്നൂർ ഓടക്കാലി പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. പള്ളികൾ വിട്ടുനൽകില്ലെന്ന് യാക്കോബായ വിഭാഗം. സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ സർക്കാർ ഒത്തുകളിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ. ഇടുക്കിയിലെ വ്യാജ പട്ടയ കേസുകളിലും കയ്യേറ്റങ്ങളിലും CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. രവീന്ദ്രൻ പട്ടയങ്ങൾ സാധു, റദ്ദാക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ. അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതി. മട്ടാഞ്ചേരി MK രാഘവൻ റോഡ് താറുമാറായിട്ട് വർഷങ്ങൾ. വാഹന ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ നമ്മളും എഞ്ചിനും തവിട് പൊടി. താമരശ്ശേരി ചുരത്തിൽ കൂടെ പപ്പു അമ്മാവണ്ടി ഓടിച്ചിട്ട് പറഞ്ഞ കാര്യമല്ല ഇത്. കൊച്ചിയിലെ ചില റോഡുകളുടെ അവസ്ഥയാണ്. കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. ഇന്നാവ കുഴിയടയ്ക്കാം. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെ തകർത്ത് അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. ഓസ്ട്രേലിയ സെമി കാണാതെ പുറത്ത്. സെമിയിൽ അഫ്ഗാൻ ദക്ഷിണാഫ്രിക്കയെ നേരിടും. +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ 2-അംഗ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും സമിതിയിലുണ്ട്.